ഞങ്ങൾ ഒരൊറ്റ പെട്ടിയെ കൊണ്ടുവന്നുള്ളൂ. സോ ഈ സൈഡിൽ എൻ്റെയും ഈ സൈഡിൽ ആൽബീൻ്റെ വരും. ഹലോ എവരിവൺ. അങ്ങനെ കുറേ നാളത്തെ ചർച്ചയ്ക്ക് ശേഷം ഫൈനലി ഞങ്ങളൊരു ട്രിപ്പ് പോകാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ഏഴേമുക്കാലായി, പക്ഷെ സൂര്യൻ പുറത്ത് വരുന്നേ ഉള്ളൂ. നല്ല തണുപ്പാണിന്ന്. ഞങ്ങൾ ഇറങ്ങുവാണ്. മഞ്ഞ് പെയ്യുന്നുണ്ട്, അറ്റ് ദ സെയിം ടൈം നല്ല വെയിലും. ഞങ്ങൾ നേരെ എയർപോർട്ടിലേക്കാണ് പോകുന്നത്. എയർപോർട്ടിന് തന്നെ പാർക്കിംഗ് ഉണ്ട്, അവിടെ കാർ വെച്ചിട്ട് പോകാനാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഓക്കെ, വണ്ടി ഇങ്ങനെ പാർക്ക് ചെയ്തിട്ട് ഇവിടെ ഒരു ഷട്ടിൽ സർവീസ് ഉണ്ട്, ഇതിൽ കയറി നമുക്ക് പോകാം. ആയപ്പോൾ ഫ്ലൈറ്റ് എടുക്കും. അതല്ലായിരുന്നു, ഇതാണ് നമ്മുടെ സ്ഥലം. ഇതിന്റെ ഉള്ളില് ആണ് നമ്മൾ ബുക്ക് ചെയ്തിരിക്കുന്ന എയർബിഎൻബി. ഇതാണ് വീട്. ഇപ്പൊ ലൈറ്റിൽ അത്ര കാണുന്നില്ല. അയാളെത്തി. ഇതിന്റെ ഓണർ വരുന്നുണ്ട്. ഹലോ. ഇപ്പോൾ 1 മണിക്കൂറായി വന്നിട്ട്. ഇത്രയും നേരം ഞങ്ങൾക്ക് ഇതിൻ്റെ ഓണർ കൺകൂണിൽ എവിടെയൊക്കെ പോകണം, വേറെ ഏതൊക്കെ സ്ഥലങ്ങളിൽ പോകാം, അങ്ങനെ ഫുൾ ഡീറ്റെയിൽസും പറഞ്ഞു തന്നു. ഇതവരുടെ വീടാണ്. അപ്പോൾ അതിലൊരു റൂം. ഇനി നമ്മൾ ഒന്ന് ഫ്രഷ് ആയിട്ട് ഡിന്നർ കഴിക്കണം. ദിസ് ഇസ് അവർ ഫസ്റ്റ് ഡേ ഇൻ മെക്സിക്കോ. അറിയില്ല, ഏതെങ്കിലും ഒരു സ്ഥലത്ത് നമുക്ക് ഡിന്നർ കഴിക്കും. ഇപ്പം തന്നെ 9 മണിയായി. ഇച്ചിരി തലവേദനിക്കുന്നുണ്ട്, ബട്ട് വിൽ സി. 1 മണിക്കൂർ നമ്മൾ പുറത്തു പോയിട്ട് വരും. നമുക്കന്ന് ലിസ്റ്റാണ് കുറേ സാധനങ്ങൾ ഇവിടെ അടുത്ത് പോകാൻ പറ്റിയതിൻ്റെയൊക്കെ. നമ്മൾ തൽക്കാലം ഈ ടാക്കോ റെസ്റ്റോറൻറ്റിലേക്ക് പോകാനാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഇതിനൊരു മാപ്പും അയാൾ അയച്ചു തന്നിട്ടുണ്ട്. മെക്സിക്കോയിലെ കൺകൂൺ എന്ന് പറയുന്ന സ്ഥലത്താണ് ഞങ്ങളിപ്പോൾ ഉള്ളത്. അവിടുത്തെ ഡൗൺ ടൗണിൽ തന്നെയാണ് നമ്മൾ താമസിക്കുന്നത്. മെക്സിക്കോ ഈസ് ഫേമസ് ഫോർ ടാക്കോസ്. നമ്മൾ ടാക്കോസ് വെച്ച് തന്നെയാണ് സ്റ്റാർട്ട് ചെയ്തത്. ഇവിടെ വന്നപ്പോൾ എനിക്ക് തോന്നിയതാണ് മെക്സിക്കോ ഇസ് വെരി സിമിലർ ടു ഇന്ത്യ. പക്ഷെ കാനഡയായിട്ട് ഒരു രീതിയിലും കമ്പയർ ചെയ്യാൻ പറ്റില്ല. ബിക്കോസ് ഇറ്റ്സ് വെരി ഡിഫറെന്റ്. ഫുഡെല്ലാം കഴിച്ചു. ഇതിന്റെ അടുത്ത് തന്നെ ഒരു സ്റ്റോർ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ കുറച്ച് ബേസിക് സാധനങ്ങളൊക്കെ ആ കടയിൽ പോയിട്ട് വാങ്ങി. നാട്ടിലെ ഹോം സ്റ്റേ പോലെയാണ് ഇവിടെ ഈ എയർബിഎൻബിസിൽ ഇവരുടെ റൂംസ് റെന്റിന് കൊടുക്കുന്നത്. ഇത് നമ്മൾ ബുക്ക് ചെയ്യാനുള്ള വൺ ഓഫ് ദ മെയിൻ അട്രാക്ഷൻസ് ഇവിടുത്തെ ഹീറ്റഡ് പൂളായിരുന്നു. സോ ഇതിൽ പൂളും ജക്കൂസിയും ഉണ്ട്. അത്യാവശ്യം നല്ലൊരു ബാക്ക് യാർഡാണ് ഇവർക്കുള്ളത്. ബാക്ക് യാർഡ് മൊത്തം നമുക്ക് ആക്സസിബിൾ ആണ്. അതേപോലെ തന്നെ കിച്ചണും നമുക്ക് യൂസ് ചെയ്യാം. കൂടുതൽ ആളുകളും ഒത്തിരി നാളത്തേക്കൊക്കെ ഇങ്ങനെ വന്ന് താമസിക്കും. അപ്പോൾ അവർ ഡെയിലി കുക്കൊക്കെ ചെയ്തിട്ടായിരിക്കും. ആസ് ഓഫ് നൗ നമ്മൾ അങ്ങനെ അധികം കുക്ക് ചെയ്യാനൊന്നും പ്ലാൻ ചെയ്തിട്ടില്ല. അങ്ങനെ ഞങ്ങളുടെ ഫസ്റ്റ് ഡേ തീരാൻ പോവാണ്. ഇറ്റ്സ് ഓൾമോസ്റ്റ് 12 o'clock. ഗുഡ് നൈറ്റ്. ഞങ്ങൾ വന്നിട്ടുള്ള 2ാമത്തെ ദിവസം ഇവിടെ തുടങ്ങുവാണ്. ഇന്ന് നമ്മൾ പോകുന്ന ഐല മുഹേർസിലേക്കാണ്. ഇത് റെഡിയായി കഴിഞ്ഞപ്പോൾ അവൻ പോയി ഫുഡ് വാങ്ങിക്കൊണ്ട് വന്നു. എന്നിട്ട് നമ്മൾ അവിടുത്തെ ബാക്ക് യാർഡിലിരുന്നാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചത്. ആക്ച്വലി ഇത് എന്ത് സാധനമാണെന്ന് നമുക്ക് വലിയ ഐഡിയയില്ല. ഞാൻ ആദ്യം വിചാരിച്ചു ചോക്ലേറ്റ് ആയിരുന്നു ചുറ്റുള്ളിയെന്ന്. പക്ഷെ അത് ആക്ച്വലി എന്തോ ബീൻസ് പോലെയാണ്, എന്തോ പയർ അരച്ചിട്ടുള്ളൊരു സാധനം. ഭയങ്കര ഇഷ്ടമൊന്നുമായില്ല, കഴിക്കാന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഗുഡ് മോർണിംഗ്. 8:30 ഒരു 8:30 ഇറങ്ങണമെന്നായിരുന്നു. കുഴപ്പമില്ല, ഇനി ഒരു മെല്ലെ ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ഇറങ്ങും. നമ്മൾ രണ്ടെടുത്തിരിക്കുന്ന കാറ്. ദിസ് ഇസ് ദ ഏരിയ. ഇതാണ് വീട്. 9:10 ഇവിടുന്ന് ഒരു 15 minutes ഡ്രൈവാണ് പോർട്ടിലേക്ക് പോകാൻ, അല്ലെ ഐലൻഡിലേക്ക് പോകാനുള്ള ഫെറി എടുക്കാൻ.
നല്ല ബ്രൈറ്റ്, ശരിക്കും നാട്ടിലെ പോലത്തെ ഒരു സറൗണ്ടിങ് ആണ് ഇവിടെ. അങ്ങനെ കാറെല്ലാം നമ്മൾ പാർക്ക് ചെയ്ത് ഐല മൊഹേറസിലേക്ക് പോകാനുള്ള ഫെറി എടുക്കാൻ പോവാണ്. 15 മിനിറ്റ്സ് കൂടുമ്പോഴും ഇങ്ങനെ ഫെറി പോയിക്കൊണ്ടിരിക്കും. ടിക്കറ്റ് എടുത്ത പാടെ നമുക്ക് അധികം വെയിറ്റ് ചെയ്യാണ്ട് തന്നെ ഫെറിയിൽ കയറാൻ പറ്റും. ഞങ്ങൾ പോയ ഈ ഫെറിയിൽ 3 നിലയായിരുന്നു ഉണ്ടായിരുന്നത്. നമ്മളിരുന്നത് നടുക്കത്തെ ഫ്ലോറിലാണ്. അതാകുമ്പോൾ ഓപ്പണുമാണ്, ഭയങ്കരമായിട്ട് അങ്ങനെ വെയിൽ അടിക്കത്തില്ല, പെട്ടെന്ന് എത്തും അങ്ങോട്ടേക്ക്. അപ്രോക്സിമേറ്റ്ലി ഒരു 7 കിലോമീറ്ററോളം വരുന്ന ഒരു ഐലൻഡാണിത്. ഐല മൊഹേറസ് എന്ന് പറയുന്ന ഈ സ്പാനിഷ് വേർഡിന്റെ അർത്ഥം ഐലൻഡ് ഓഫ് വുമൻ എന്നാണ്. ഒത്തിരി വാട്ടർ ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യാണ്ട്, അത് കൂടാണ്ട് മൈൻ കൾച്ചറിലെ കുറെ ഹിസ്റ്ററി ഒക്കെ പറയുന്ന ഒരു ഐലൻഡ് കൂടിയാണിത്. അവിടെ നമ്മൾ ചെല്ലുമ്പോഴത്തേക്ക് ഒത്തിരി ടൂർ പാക്കേജസ് ആയിട്ട് ആളുകൾ വരും. അപ്പോൾ അങ്ങനെ ഒരാളെ ഞങ്ങൾ മീറ്റ് ചെയ്തു. നമ്മളൊരു പാക്കേജും എടുത്തു. സ്നോക്ലിംഗ് ആണ് നമ്മൾ ഫസ്റ്റ് ചെയ്യാൻ പോകുന്ന ആക്ടിവിറ്റി. ഓരോ ഗ്രൂപ്പ്സ് ആയിട്ടാണ് ഇവർ കൊണ്ടുപോകുന്നത്. അതുകൊണ്ട് കുറച്ചേരം ഒന്ന് വെയിറ്റ് ചെയ്യേണ്ടി വന്നു, കുറച്ചുകൂടെ ആളുകൾ വരാൻ വേണ്ടിയിട്ട്. 2 പേരുണ്ടായിരുന്നു ബോട്ടിൽ നമുക്കെല്ലാം എക്സ്പ്ലെയിൻ ചെയ്ത് തരാനൊക്കെ. മെക്സിക്കോയിൽ എല്ലാവരും സ്പാനിഷിലാണ് സംസാരിക്കുന്നത്. അപ്പോൾ ഞങ്ങളുണ്ടായിരുന്ന ഗ്രൂപ്പിൽ ഞങ്ങൾക്ക് മാത്രമേ സ്പാനിഷ് അറിയാത്തായിട്ടുണ്ടായിരുന്നുള്ളൂ. നമുക്ക് വേണ്ടി അവർ ഇംഗ്ലീഷിൽ ട്രാൻസ്ലേറ്റ് ചെയ്ത് തന്നായിരുന്നു. ഏതൊക്കെ തരം ഫിഷസിനെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത് എന്നെല്ലാം നമുക്കിങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്ത് തന്നുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് ഒരു സ്ഥലത്ത് ബോട്ട് നിർത്തി ഏത് ഏരിയയാണ് നമ്മൾ കവർ ചെയ്യേണ്ടതെന്ന് അവർ കാണിച്ചു തന്നു. സ്നോക്ലിംഗ് സെറ്റും ഫിൻസും എല്ലാം ഓൾറെഡി പാക്കേജിലുണ്ട്. നമ്മൾ സ്നോക്ലിംഗ് സെറ്റ് ഓൾറെഡി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. സോ നമുക്ക് ഫിൻസ് മാത്രമേ ബോറോ ചെയ്യേണ്ട വന്നുള്ളൂ. എന്നിട്ട് നമ്മൾ ഓരോരുത്തരെയും മാറി മാറി വെള്ളത്തിലേക്ക് എടുത്ത് ചാടി. ഞാൻ വിചാരിച്ചത് എനിക്ക് നീന്താൻ പറ്റും എന്നാണ്, ബിക്കോസ് ഞാൻ പൂളിലും പുഴയിലൊക്കെ നീന്തിയിട്ടുള്ളതാണ്. പക്ഷേ ഞാൻ ഒരു കാര്യം മനസ്സിലാക്കി, എനിക്കിങ്ങനെ കടലിലൂടെ, അതായത് വേവ്സ് ഉള്ള വെള്ളത്തിൽ പിടിച്ചു നിൽക്കാൻ പറ്റില്ല എന്ന്. കുറച്ചു നേരമൊക്കെ ഞാൻ അതിലൂടെ അങ്ങോട്ടേക്കൊക്കെ മൂവ് ചെയ്തു. ബാക്കിയുള്ളവരുടെ പേസ് പിടിക്കാൻ എനിക്ക് പറ്റില്ല. ഗൈഡിൻ്റെ അടുത്ത് പറഞ്ഞപ്പം ഹി വാസ് റെഡി ടു ഹെൽപ്പ്. അപ്പം അവരുടെ കയ്യിലാണെങ്കിൽ ഒരു ട്യൂബ് ഉണ്ട്, അതിൻ്റെ അപ്പുറം ഇപ്പുറയും കയറാം. അപ്പോൾ ഒരു കയറിൻ്റെ അറ്റം ആ ഗൈഡും മറ്റേ കയറിൻ്റെ അറ്റം ഞാനും പിടിച്ചു. അങ്ങനെ ആ കാണുന്ന കയറിൻ്റെ അറ്റത്ത് ഞാനാണുള്ളത്. അങ്ങനെയാണ് ഞാൻ ബാക്കി സ്നോക്ലിംഗ് മൊത്തം ചെയ്തത്. ആൻഡ് ദിസ് വാസ് ദ ബെസ്റ്റ് ആക്ടിവിറ്റി ദാറ്റ് വി ഡിഡ്. എനിക്കാണെങ്കിൽ ഇങ്ങനെ ഒരു ഗൈഡൻസ് ഉള്ളതുകൊണ്ട് ഞാൻ അധികം ബുദ്ധിമുട്ടേണ്ട വന്നേ ഇല്ല. ചെറിയൊരു എഫേർട്ട് മാത്രമേ എൻ്റെ ഭാഗത്ത് നിന്ന് ഇടേണ്ട വന്നുള്ളൂ. ഗൈഡ് പോകുന്ന പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞ് എനിക്ക് പോകാൻ പറ്റി. ഒത്തിരി ഫിഷസിനെ കാണാൻ പറ്റി. ഒന്നും വീഡിയോയിൽ വന്നിട്ടില്ല കേട്ടോ. കുറേ ഇതിനേക്കാളും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒത്തിരി വ്യൂസ് ഉണ്ടായിരുന്നു കാണാൻ. ഈ മെക്സിക്കോയിലുള്ള ഒരു വലിയ ബിയർ കമ്പനീൻ്റെ ഓണറിൻ്റെ വീടാണിത് എന്നാണ് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നത്. ആൻഡ് ഇതാണ് ആ ബിയർ. ഡോൾഫിൻസിനെ കാണാനുള്ള ഓപ്ഷനും അതേപോലെ ലഞ്ച്, പിന്നെ പിക്കപ്പും ഡ്രോപ്പ് ഓഫും, ഇത്രയായിരുന്നു നമ്മുടെ പാക്കേജിൽ ഇൻക്ലൂഡഡ് ആയിരുന്നത്. പക്ഷേ ആ ഡോൾഫിൻസിനെ കാണാന്നുള്ളത് ഒരു ചെറിയൊരു കേജ് പോലത്തെ സ്ഥലത്ത് അവിടെ ഡോൾഫിൻസിനെ ഇട്ടിട്ടുണ്ട്. അപ്പം അത് ജസ്റ്റ് വാച്ച് ചെയ്യാമെന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതിൽ ഡോൾഫിൻസിനെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ലഞ്ച് കഴിക്കാൻ പോയി. ഗ്രിൽഡ് ഫിഷ് ഉള്ള ലഞ്ചാണ് അവർ നമുക്ക് ഓഫർ ചെയ്തത്. ഫിഷ് മാത്രമേ ഇതിൽ എടുത്ത് പറയുള്ളൂ, ബാക്കിയൊക്കെ നോർമൽ ഫുഡായിരുന്നു. പക്ഷേ നമ്മുടെ നാട്ടിൽ മീൻ പൊരിച്ചതിൻ്റെ ആ ഒരു ടേസ്റ്റ് ആയിരുന്നു അവിടെ. എത്ര വേണമെങ്കിലും അവർ റീഫിൽ ചെയ്തു തരും ഫുഡ്. സോ ലഞ്ചും കൂടി കഴിച്ചു കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഫ്രീ ആയി. അത് കഴിഞ്ഞിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് ഇച്ചിരി കൺഫ്യൂസ് ആയിരുന്നു. സൺസ്ക്രീൻ ആയിട്ട് സ്പ്രേ വാങ്ങി. സോ ഇറ്റ്സ് മച്ച് ഈസിയർ. ഇവിടെ ട്രാവൽ ചെയ്യാൻ നോർമലി ആളുകൾ ഒന്നെങ്കിൽ 2 വീലർ അല്ലെങ്കിൽ ഗോൾഫ് കാർട്ട്സ് റെന്റ് ചെയ്യും. ഇതുണ്ടെങ്കിലേ ഹിസ്റ്ററിക് പ്ലേസസ് നമുക്ക് വിസിറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. പക്ഷെ നമുക്ക് അപ്പോഴത്തേക്കും കുറച്ചൊരു മടിയായി, കാരണം ഇത് ആക്ടിവിറ്റീസ് ഒക്കെ കഴിഞ്ഞു, പിന്നെ ഓൾറെഡി വൈകുന്നേരം ആയി. അതുകൊണ്ട് നമ്മൾ ജസ്റ്റ് അവിടുത്തെ ബീച്ചിലൊക്കെ ഒന്ന് പോയി കണ്ടു. നല്ല തിരക്കായിരുന്നു. സോ നമ്മൾ അധികം നേരം ബീച്ച് നിന്നില്ല. ബട്ട് അതിലൂടെ ഇങ്ങനെ നടന്നപ്പോഴാണ് ഈ മസാജിനുള്ള ഓപ്ഷൻ ഞാനിങ്ങനെ ശ്രദ്ധിച്ചത്. എനിക്ക് വന്നപ്പോഴേ ആഗ്രഹം ഉണ്ടായിരുന്നു ഒരു മസാജ് ചെയ്യണമെന്ന്. സോ ബീച്ച് സൈഡിൽ നിന്ന് നമ്മൾ ഒരു മസാജ് എടുക്കാൻ തീരുമാനിച്ചു. ഒരു അടിപൊളി മസാജ് കഴിഞ്ഞ് വന്നേക്കാണോ. 2 പേരും ഉറങ്ങിപ്പോയി. നല്ല മയക്കത്തിൽ ഇനി പോയി ഉറങ്ങാൻ തന്നെയാണ് തോന്നുന്നത്. പൂ പോലെ ഇരിക്കുന്ന മാങ്ങ. കുറച്ചൊരു സ്ട്രീറ്റൊക്കെ എക്സ്പ്ലോർ ചെയ്തിട്ട് പിന്നെ നമ്മൾ തിരിച്ചു പോരാൻ തീരുമാനിച്ചു. ഈ ഐലൻഡിലെ സൗത്ത് പോയിന്റ്, അതായത് പുന്താസുൾ, ഇവിടെ നിന്നുള്ള കരീബിയൻ സീൻ്റെ വ്യൂ അമേസിംഗ് ആണ്. ആൻഡ് ഒത്തിരി ഹിസ്റ്ററീസ് ഉള്ള ഒരു സ്ഥലം കൂടിയാണ് അവിടെ. അവരതൊരു സീക്രട്ട് പ്ലേസ് ആയിട്ട് കാണുന്ന ഒരു സ്ഥലം കൂടിയായിരുന്നു. സോ അവിടെ ഒരു ടെമ്പിൾ ഉണ്ട്. അപ്പോൾ ഇതൊക്കെ കാണണമെങ്കിൽ ആ കോർണറിലേക്ക് പോകണം. ഓൾറെഡി വൈകുന്നേരമായി. പിന്നെ അത്യാവശ്യം നമ്മൾ അന്നത്തെ ഡേ എൻജോയ് ചെയ്ത പോലെ ആയി. ആ മസാജും കൂടി കഴിഞ്ഞതോടെ പിന്നെ ഒന്ന് റിലാക്സ് ചെയ്താൽ മതി. സോ നമ്മൾ അധികം വൈകാണ്ട് തന്നെ തിരിച്ചു പോയി. പിന്നെ നമ്മുടെ വീട്ടിലുണ്ടല്ലോ ഒരു അടിപൊളി ബാക്കിയാണ്. കുറച്ച് നേരം ആ ജക്കൂസിലും പിന്നെ പൂളിലൊക്കെ ഇറങ്ങി. എന്നിട്ട് പിന്നെ പോയി കുളിച്ച് റെഡിയായി. നമ്മൾ ഡിന്നർ കഴിക്കാൻ വേണ്ടി പുറത്തു പോകാണ്.
പ്ലസ് നമ്മൾ വേറൊരു ഹോട്ടലിലാണ് ചൂസ് ചെയ്തത്. ഇവിടുത്തെ ഒരു ഫേമസ് ഡിഷ് എന്നും പറഞ്ഞ് ആൽബി ഓർഡർ ചെയ്തൊരു ഭക്ഷണമായിരുന്നു അത്. നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. ഇതിന് 2 ഫ്ലേവർ ആയിരുന്നു. അതിൽ ഒരെണ്ണം ആൽബിക്ക് ഇഷ്ടപ്പെട്ടു, എനിക്ക് മറ്റേതും ഇഷ്ടപ്പെട്ടു. സോ നമ്മളത് അങ്ങനെ കഴിച്ചു. എനിക്ക് ഒരു കൊഴുക്കട്ട പോലെ തോന്നുന്നു. കൊഴുക്കട്ടക്കുള്ള മീറ്റ് വെച്ച പോലെ. ഇവിടുത്തെ ഭക്ഷണങ്ങളുടെയൊക്കെ പേരോർത്തിരിക്കാനും പറയാനൊക്കെ നമുക്ക് ഇച്ചിരി പാടാണ്. എന്തായാലും നല്ല ഡിന്നർ ആയിരുന്നു. ഇന്നത്തെ ദിവസം ഇവിടെ അവസാനിക്കുകയാണ്. ഇനി അടുത്ത ദിവസം കാണാം. ഹലോ, ഇന്ന് നമ്മൾ ചിച്ചൻ ഇറ്റ്സ കാണാൻ പോവാണ്. വിച്ച് ഇസ് വൺ ഓഫ് ദ 7 wonders ഓഫ് ദ വേൾഡ്. ഇപ്പൊ സമയം 6:30 പോകുന്നു. നമ്മളൊരു 7 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും പോവാന്ന് വിചാരിക്കുന്നു. പോകുന്ന വഴിക്കായിരിക്കും ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിക്കുന്നത്. ശരിക്കും ഇവിടുന്ന് ഒരു 3.5 hours കാണിക്കുന്നുണ്ട്. പക്ഷെ ശരിക്കും അത്രയും ദൂരം ഇല്ല തോന്നുന്നു. ലൈക്ക് പോയി കഴിയുമ്പോൾ നമുക്കറിയാൻ പറ്റും. അവിടെ കുറച്ച് നേരം കഴിയുമ്പോഴത്തേക്ക് ടൂറിസ്റ്റ് ബസ്സിൽ ആളുകൾ അറൈവ് ചെയ്യാൻ തുടങ്ങും. അപ്പോൾ ഒത്തിരി തിരക്കാവുന്നതിന് മുമ്പ് എത്താന്നുള്ള രീതിയിൽ നമ്മൾ ഇച്ചിരി നേരത്തെ ഇറങ്ങിയതാണ്. ഞങ്ങൾ അങ്ങോട്ട് പോകുന്ന സമയത്ത് അറൈവൽ ടൈം നമുക്ക് ഭയങ്കര കൺഫ്യൂസിങ് ആയിട്ട് തോന്നി. അവിടെ എത്തി കുറെ നേരം കഴിഞ്ഞിട്ടാണ് ഞങ്ങളത് റിയലൈസ് ചെയ്തത്. നമ്മൾ താമസിക്കുന്ന ഇടത്തുനിന്ന് ചിച്ചൻ ഇറ്റ്സയിലേക്ക് 1 മണിക്കൂറിന് ടൈം ഡിഫറൻസ് വരുന്നുണ്ട്. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ ടൈം കിട്ടാത്തതുകൊണ്ട് ഇങ്ങനത്തെ ബാർസ് കയ്യിൽ കരുതിയിട്ടുണ്ടായിരുന്നു. വിശപ്പിന് വേണ്ടി അത് കഴിച്ചു. പിന്നെ ഞാൻ ചെറുതായിട്ടൊന്ന് ഉറങ്ങി. ഇനി ഹാഫ് ആൻ അവർ കൂടി ഉള്ളൂ. ബട്ട് അതിനു മുമ്പ് ഫുഡ് കഴിക്കാൻ ഒരു സ്ഥലം കണ്ടുപിടിക്കണം. ഒരു സാധാ ഒരു ടൗണ്, ഒരു ഗ്രാമപ്രദേശം, ഉൾപ്രദേശം പോലത്തെ ഒരു സ്ഥലമാണ് ഇത്. ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ ഒരു സ്ഥലത്ത് വന്നു. ഇവിടെ ഇവർക്ക് നമ്മൾ കഷ്ടപ്പെട്ടാണ് പറഞ്ഞ് മനസ്സിലാക്കിയത്. കാരണം അവർക്ക് ഭാഷ അറിയില്ല. നമ്മുടെ അറിയില്ല, നമുക്ക് അവരുടെ ഭാഷ അറിയില്ല. നമ്മൾ ഇംഗ്ലീഷിൽ കുറച്ച് എഴുതിയും എന്തൊക്കെയോ കാണിച്ചു. അങ്ങനെ ഒരു സാധനം പറഞ്ഞിട്ടുണ്ട്. ലെറ്റ്സ് സീ വാട്ട് ദാറ്റ് ഈസ്. നമ്മൾ പറഞ്ഞപ്പോൾ എന്ത് ഫുഡാണ് കിട്ടിയത് നമുക്ക് ഒരു ഐഡിയ ഇല്ലായിരുന്നു. വന്നു കഴിഞ്ഞിട്ടാണ് നമ്മളത് കാണുന്നത്. നമ്മൾ ഓർഡർ ചെയ്തത് മുട്ടയാണെന്നാണ് ആൽബി പറയുന്നത്. ഓക്കെ, മുട്ട അത് പക്ഷെ ഇപ്പോഴും ഞങ്ങൾക്ക് അറിയത്തില്ല. ബട്ട് ദ ബ്രേക്ക്ഫാസ്റ്റ് വാസ് റിയലി ഗുഡ്. ഫുഡ് കഴിച്ചു. വണ്ടി നമ്മൾ ഇച്ചിരി ദൂരെയാണ് പാർക്ക് ചെയ്തത്. അങ്ങോട്ട് പോകും. കുറേ നാളായിരുന്നു ഇങ്ങനെ പട്ടികളൊക്കെ ഉണ്ട്. There is പട്ടീസ് on the roads everywhere. നമ്മൾ പോകുന്ന സൈറ്റിലേക്ക് എത്താറായത് കൊണ്ട് അങ്ങോട്ട് മുന്നോട്ട് പോയി ഫുഡ് കഴിക്കാൻ സ്ഥലമുണ്ടെന്ന് അറിയാത്തതുകൊണ്ട് ആദ്യം തന്നെ കണ്ട് റെസ്റ്റോറൻറ്റിൽ കയറി. പക്ഷെ ഇച്ചിരി മുന്നോട്ട് പോയപ്പോൾ കുറച്ചുകൂടെ അടിപൊളി റെസ്റ്റോറൻറ്റ്സ് ഉണ്ടായിരുന്നു. പിന്നെ ദാണ്ട് ഇതൊരു സ്കൂളാണ് ആക്ച്വലി. ഇവിടുത്തെ ബൈക്കിലൊക്കെ പിള്ളേരൊക്കെ കറങ്ങി നടക്കുന്നത് ഒരു ഇവിടുത്തെ. കുറച്ചുകൂടെ മുമ്പിൽ എത്താൻ തുടങ്ങിയപ്പോഴത്തേക്കും കുറേ ആളുകൾ വഴിയൊക്കെ ഇങ്ങനെ നിങ്ങൾ ചിച്ചൻ ഇറ്റ്സയിലോട്ടാണോ, നേരെ പോയിക്കോ, അങ്ങനെയൊക്കെ പറഞ്ഞ് ഡയറക്ഷനൊക്കെ പറഞ്ഞു തരാൻ തുടങ്ങി. പിന്നെയും പോയപ്പോഴാണ് ഒത്തിരി പേര് ഇങ്ങനെ വണ്ടി നിർത്തുക. അവർക്ക് ഗൈഡ്സ് ആണ്. അവരുടെ ഗൈഡൻസ് വേണോ, ആളുകളെ റെഡിയാക്കി തരണം എന്നൊക്കെ ചോദിക്കാൻ വേണ്ടി നമ്മൾ വണ്ടി ഇങ്ങനെ നിർത്തി ചോദിച്ചുകൊണ്ടേയിരിക്കും. ഈ ചിച്ചൻ ഇറ്റ്സ ഒരു ഹിസ്റ്റോറിക് പ്ലേസ് ആയതുകൊണ്ട് ഗൈഡ് കൂടി ഉണ്ടെങ്കിൽ അവിടുത്തെ എല്ലാ കാര്യങ്ങളും നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരും. പേഴ്സണലായിട്ട് ഗൈഡിനെ വേണമെങ്കിൽ ചൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഗ്രൂപ്പ് ഓഫ് ആളുകൾക്ക് ഒരുമിച്ച് ഒരു ഗൈഡിനെ ചൂസ് ചെയ്യാം. ഒരു ലോക്കൽ ഗൈഡിനെ നമുക്ക് അവിടെ നിന്ന് വേണമെങ്കിൽ അത്യാവശ്യം നല്ല റേറ്റാണ് അവർ ചോദിക്കുന്നത്. ഓൾറെഡി അതിൻ്റെ താഴെ ഒത്തിരി ഡീറ്റെയിൽസ് എഴുതിയിട്ടുണ്ട്. സോ വെറുതെ പോയി നോക്കിയാലും ബേസിക് ആയിട്ട് ഒരു ഐഡിയ കിട്ടും നമുക്ക്. പക്ഷെ അങ്ങനെ അല്ലാണ്ട് ഗൈഡിനെ വേണ്ട എന്നുള്ളവർക്ക് യൂസ് ചെയ്യാൻ പറ്റിയ നല്ലൊരു വെബ്സൈറ്റാണിത്. ആക്ഷൻ ടൂർ ഗൈഡിൻ്റെ ഒരു ഓഡിയോ ഗൈഡ് ഉണ്ട്. അതാണ് നമ്മൾ യൂസ് ചെയ്തത്. നമ്മുടെ ലൊക്കേഷൻ അത് ട്രാക്ക് ചെയ്ത് നമ്മൾ എവിടെയാണോ നിൽക്കുന്നത് അവിടെ കാണുന്ന കാര്യം എന്താണോ അത് നമുക്കിങ്ങനെ പറഞ്ഞു തന്നുകൊണ്ടേയിരുന്നു. നമുക്കത് പേ ചെയ്ത് ഡൗൺലോഡ് ചെയ്തെടുക്കാം. ഇതാണ് ഓഫ്ലൈനായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് ഭയങ്കര ഹെൽപ്ഫുൾ ആയിട്ട് തോന്നി. അങ്ങനെ ടിക്കറ്റ് ഒക്കെ എടുത്ത് ഞങ്ങൾ ഞങ്ങളുടെ എക്സ്പ്ലോറേഷൻ തുടങ്ങുകയാണ്. സ്റ്റാച്യുവോ മോണ്യുമെന്റോ എന്തെങ്കിലും കാണുമ്പോഴത്തേക്കും ഈ ഓഡിയോ ഗൈഡ് നമ്മളോട് പറയും പോസ് ദാറ്റ് കുറിച്ച് പറഞ്ഞുതരും. ഇങ്ങനെയൊക്കെ കാണാൻ താല്പര്യമുള്ളവർക്കാണെങ്കിൽ ഇതെന്തായാലും ഇഷ്ടപ്പെടും. ഇറ്റ് വാസ് റിയലി ഇൻഫോർമേറ്റീവ്. ഓൾമോസ്റ്റ് ഒരു 20 years ബാക്ക് വരെ ചിച്ചൻ ഇറ്റ്സയിലെ പിരമിഡ്, അതായത് എൽ കാസിയോ, ഐ എം നോട്ട് ഷുവർ ഓഫ് ദ പ്രൊനൗൺസിയേഷൻ, പിരമിഡ് ക്ലൈംബ് ചെയ്യാൻ പറ്റുമായിരുന്നു ടൂറിസ്റ്റിന്. എന്നിട്ട് ഇതിന്റെ ഉള്ളിലെ ചേംബേഴ്സിലൊക്കെ കയറായിരുന്നു. ചിലർ ഇവിടുന്ന് വീഴാൻ ഇടയായിട്ടുണ്ട്. പിന്നെ ഇതിനെ പ്രിസർവ് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് ഇപ്പൊ ഇതിന്റെ മേലെ കയറാൻ പറ്റത്തില്ല. ഇതിന്റെ മുമ്പ് നിന്നിട്ട് നമുക്ക് കാണാൻ പറ്റിയ ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകൾ ഇങ്ങനെ കൈ കൊട്ടുന്നത്. ആക്ച്വലി അങ്ങനെ കൈ കൊട്ടിയാൽ കേൾക്കുന്നത് ഒരു പക്ഷീന്റെ ഒച്ചയായിരിക്കും.
20 just because you give me time. And I was free for you. Give me 2 for 20. This is only 1 day the work. 1 day only for 5. This is only for 4 days only for 20. Give me 20 and I was a kid for you. Just you can see. Good people, almost people. In this paradise night, vacation time, I'm feeling so fine. Living in the moment, sipping on sunshine. ഇത് ഞങ്ങൾ കണ്ട ഫസ്റ്റ് സിനോട്ടയാണിത്. മെക്സിക്കോയിലേക്ക് വരുന്നതിന് മുമ്പ് ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടിരിക്കുന്ന ഒരു സാധനമാണ് സിനോട്ടീസ്. സിനോട്ടീസ് ആക്ച്വലി ഒരു വെല്ല് പോലെ ഒരു സിങ്ക് ഹോൾ പോലത്തെ ഒരു സാധനമാണ്. സർഫസ് ലെവലിലുള്ള ലൈം സ്റ്റോൺ കൊലാപ്സ് ആകുമ്പോൾ അടിയിലെ വെള്ളം എക്സ്പോസ് ചെയ്തിരിക്കുന്ന സ്ഥലത്തിനെയാണ് സിനോട്ടീസ് എന്ന് പറയുന്നത്. മഴ ദൈവങ്ങളെ സംതൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ട് പണ്ട് ആളുകളെ സാക്രിഫൈസ് ചെയ്യുന്ന ഒരു സിനോട്ടയാണ് ഇത്. ഇവിടെ സാക്രിഫൈസ് ചെയ്യുന്നവർ നേരെ സ്വർഗത്തിലെത്തും എന്നാണ് അവരുടെ വിശ്വാസം. മെക്സിക്കോയിൽ പല സ്ഥലത്ത് സിനോട്ടീസ് ഉണ്ട്, പക്ഷെ ഇത് നമുക്ക് ഇറങ്ങാൻ പറ്റുന്ന സിനോട്ടല്ല. ഞങ്ങൾ നടന്നു വരുന്നവർക്ക് ഒരു കടയിൽ ഒരു ചേട്ടൻ പറയാം, നമസ്തേ ബാഹുബലി, നമ്മുടെ ബാഹുബലി മെക്സിക്കോ വരെ എത്തിയിരിക്കുന്നു. ഇടയ്ക്ക് കേൾക്കുന്ന ഒച്ച നമ്മൾ വന്നപ്പോൾ തൊട്ട് ഇതുണ്ടായിരുന്നു. ആദ്യം നമ്മൾ ശരിക്കും വിചാരിക്കുന്ന എന്തോ ഒരു ജീവി കരയുന്നതാണ്, പക്ഷെ പിന്നെ ശ്രദ്ധിച്ചു നോക്കുമ്പോൾ മനസ്സിലായി ഇവരുടെ കയ്യിലുള്ള സാധനത്തിൽ നിന്നാണ് ഈ ഒച്ച വരുന്നത്. ഏറ്റവും അധികം നോക്കി നടന്ന സാധനം കിട്ടി. ഇതൊന്ന് വരെയൊക്കെ ചെയ്തേ വെറുതെ ഇങ്ങനെയല്ല വെറുതെ ചെയ്യ. കുറേ പേര് നമസ്തേ പറയുന്നുണ്ട്, പിന്നെ മോദി മോദി എന്ന് പറഞ്ഞു, പിന്നെ 1 rupee എന്ന് പറഞ്ഞു. കേവിൻ്റെ മേലെയാണ് ഇവരിത് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. Just leave stress behind. Palm trees in the line. Find that peace I find. നമ്മൾ കുറച്ചു നേരം റെസ്റ്റ് എടുക്കാൻ പോവാണ്. So fine. Living in the moment. Sipping on sunshine. ചുറ്റി നടന്ന് കാണാനുള്ള സ്ഥലങ്ങളുണ്ട് ഇവിടെ. നമ്മൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന വെബ്സൈറ്റിൽ ഒരു മാപ്പ് ഉണ്ട്, അത് ഫോളോ ചെയ്താട്ടോ ഞങ്ങളിത് മൊത്തം ചുറ്റി കണ്ടത്. എന്നിട്ട് നമ്മൾ അവസാനം തിരിച്ചെത്തി. ഇനി അടുത്ത ഏതെങ്കിലും ഒരു സിനോട്ടയിൽ പോകാനാണ് പ്ലാൻ. പാക്കേജസ് ഒക്കെ ഓഫർ ചെയ്ത ആളുകൾ അവിടെ കുറേ പേരുണ്ട്. സൂക്കാൻ എന്ന് പറയുന്ന ഒരു സിനോട്ടയിൽ പോകാനാണ് അവസാനം ഞങ്ങൾ പ്ലാൻ ചെയ്തത്. ലൈഫ് ജാക്കറ്റും അതേപോലെ ബൊഫേ ഇൻക്ലൂഡഡ് ആണ് ഫോർ ലഞ്ച്. ഇപ്പം നമ്മളുള്ളിടത്ത് ഒരു അല്പം ദൂരം വണ്ടി ഓടിച്ച് പോകണം. അവിടെ എത്തിക്കഴിഞ്ഞിട്ടാണെങ്കിലും കുറച്ച് നടക്കാണ്ട്, പക്ഷെ വെരി ബ്യൂട്ടിഫുൾ പ്ലേസ്. മഴ ചെറുതായിട്ട് തൂളുന്നുണ്ട്, കുഴപ്പമില്ല, നേരം നനയാൻ പോവാണല്ലോ. അതിനകത്തൊരു കോഴിയുണ്ട്. ഇതാണ് കോഴി. ആദ്യം നമ്മൾ എത്തിയപാടെ ഒന്ന് കുളിക്കണം, എന്നിട്ട് വേണം ഈ സിനോട്ടയിലേക്ക് പോകാൻ. പലതരത്തിലുള്ള സിനോട്ടീസ് ഉണ്ട്. അപ്പം അതിൽ നമ്മൾ ഇത് ചൂസ് ചെയ്യാനുള്ള റീസൺ ഇതൊരു കേവിനകത്താണ്. അത് കണ്ടപ്പോൾ ശരിക്കും ഞെട്ടി. ഇറ്റ്സ് ദാറ്റ് ബ്യൂട്ടിഫുൾ. ചെന്തപാടെ ആൽബി ഇറങ്ങി. നേരത്തെ കണ്ട സിനോട്ടയും അതിന്റെ സ്റ്റോറീസ് ഒക്കെ മനസ്സിലുള്ളതുകൊണ്ടാണെന്ന് അറിയില്ല, എനിക്ക് ഇറങ്ങാൻ ഭയങ്കരമായിട്ടൊരു പേടിയാവുമായിരുന്നു. അപ്പം ഞാൻ മെല്ലെ സമയമെടുത്ത് ഇറങ്ങിയത്. ഇതാണെങ്കിൽ നല്ല ക്ലിയർ വാട്ടർ ആണ്, പക്ഷെ നല്ല ആഴമുള്ളതുകൊണ്ട് അടിഭാഗത്തേക്ക് അങ്ങ് ഇരുട്ട. പക്ഷെ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ അഡ്ജസ്റ്റ് ആയി. ആൻഡ് ദെൻ ഇറ്റ് ബിക്കേം ബ്യൂട്ടിഫുൾ. ഇപ്പൊ ഇവിടെ നിറയെ ആളായി. താഴെ ആളുകളെ ഉണ്ടായിരുന്നുള്ളൂ ഞങ്ങൾ വന്നപ്പോൾ. അപ്പൊ ഇതൊരു പ്രൈവറ്റ് പ്ലേസ് പോലെയായിരുന്നു. ഇപ്പൊ ഫുൾ ആളായി. കുറേ ആളുകൾ വരാൻ തുടങ്ങിയപ്പോഴത്തേക്കും പിന്നെ ഞങ്ങൾ ഓർത്തു നല്ല ലഞ്ച് കഴിക്കാൻ പോവാന്ന്. വൈകുന്നേരം വരെ ഉണ്ട്, അതുകൊണ്ട് വേണേൽ ലഞ്ച് കഴിച്ച് തിരിച്ചു വരാമെന്ന് വിചാരിച്ച് ഞങ്ങൾ പോയത്. പക്ഷേ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ ഞങ്ങൾക്ക് വെള്ളത്തിൽ ഇറങ്ങാൻ തോന്നിയില്ല. പിന്നെ അവിടെ തന്നെ ഒന്ന് കുറേ നേരം ചുറ്റി കാണാനൊക്കെ ഉണ്ട്. അപ്പം ഞങ്ങൾ അതിൽ കൂടെ നടന്ന് റിലാക്സ് ചെയ്ത് മെല്ലെ തിരിച്ചു വരാൻ തുടങ്ങി. ഞങ്ങൾ തിരിച്ചു വരുന്ന വഴിക്ക് കണ്ടതാണ് ഉന്തുവണ്ടി പോലത്തെ സാധനം സ്കൂട്ടറിന്റെ മുമ്പിൽ വെച്ചുകൊണ്ട് പോകുന്നത് കണ്ടു. ഇതിൽ ആളുകൾ ഇരുത്തിയും പോകുന്നവരുണ്ട്, അതേപോലെ എന്തെങ്കിലും സാധനങ്ങൾ കൊണ്ടുപോകുന്നവരുണ്ട്. അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇതും നല്ലൊരു ദിവസമായിരുന്നു. ഇതിനേക്കാളും ബെറ്റർ ഡേയ്സ് ആയിരുന്നു ഇനി ഉണ്ടായിരുന്ന 2 ദിവസം. ഇനി ബാക്കി ഞാൻ അടുത്ത വീഡിയോ ഇട്ടിടാം. ഇത് അത്യാവശ്യം നല്ല ലോങ് ആയിട്ടുണ്ട്. എനിവേസ്, താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദ വീഡിയോ. അണ്ടിൽ നെക്സ്റ്റ് ടൈം, ബൈ.